നമ്മുടെ NSA ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മോദിയുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയാം അല്ലേ? പിന്നെ അങ്ങനെയുള്ള അജിത് ഡോവൽ ഇപ്പോൾ ചൈന സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം മ്യാൻമറിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രേക്ഷകരൊന്നും അറിഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞാലോ നമുക്ക്? നമ്മൾ ഈ മൊസാദിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മൊസാദിൻ്റെ ഓരോ ഓപ്പറേഷനും പുസ്തകങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സത്യത്തിൽ ഇന്ത്യയും ധാരാളം ഓപ്പറേഷൻസ് അതിർത്തിയൊക്കെ കടന്നുമൊക്കെ ചെല്ലുന്നുണ്ട്. ഇതിനെപ്പറ്റി പതുക്കെ ചില പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഓരോന്നൊക്കെ അത് ഗവൺമെൻറ് തന്നെ നല്ല എഴുത്തുകാരെയൊക്കെ കൊണ്ടുവന്ന് ഡോവലും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പുസ്തകങ്ങളായിട്ട് വന്നാൽ കുറേയും കൂടി നമുക്ക്. അജിത് ഡോവൽ എന്ന് പറഞ്ഞൊരു ബുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ കയ്യിലുണ്ട്, വായിച്ചു തുടങ്ങിയിട്ടില്ല. അദ്ദേഹം തന്നെ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ എത്ര പുസ്തകങ്ങൾ വേണ്ടി വരും ചെയ്ത കാര്യങ്ങളുടെ. ഇത് 2015 ജൂൺ 9 നമ്മുടെ പട്ടാളം അജിത് ഡോവലിൻ്റെ നിർദ്ദേശാനുസരണം നടത്തിയ ഓപ്പറേഷൻ ഹോട്ട് പർസ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ്റെ കഥയാണ്. എന്താ സംഭവം? നമ്മൾ എന്തിനാണ് അതിർത്തി കടന്ന് മ്യാൻമറിൽ ഓപ്പറേഷൻ നടത്തിയതെന്ന് വെച്ചാൽ സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ മ്യാൻമറിൽ നടത്തിയിരുന്നു, അതാണ് ഈ കഥ. അതെ. അപ്പോൾ എന്താന്ന് വെച്ചാൽ അവിടുത്തെ ഈ മണിപ്പൂരിലും നാഗാലാൻഡിലും ഒക്കെ ഈ വിമതശല്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഈ നേതാക്കൾ SS കാപ്ലാങ്ങും കൂട്ടരുമൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത് മ്യാൻമറിലാണ്, അതിർത്തിക്ക് അപ്പുറത്ത്. എന്നിട്ട് ഇവരുടെ സേന എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യാൻമറിൽ നിന്ന് വന്ന ഇവരുടെ ഒരു സംഘം, ഈ തീവ്രവാദി സംഘം മണിപ്പൂരിൽ 6 ദോഗ്ര റെജിമെൻറ്റ് അതിൻ്റെ 18 ഭടന്മാരെ കൊന്നു ആ സമയത്ത്. അപ്പോൾ ആ കൊന്നതിന് പട്ടാളക്കാരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ പകരം വീട്ടിയിരിക്കുമല്ലോ. അങ്ങനെയാണ് ഒരു കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻ 2015 ജൂൺ 9 നടത്താൻ തീരുമാനിച്ചു പോകുന്നത്. അന്നും NSA ആണ് അജിത് ഡോവൽ. NSA ആണ്. കാരണം മോദി 2014 വന്നല്ലോ ഇദ്ദേഹമായി. അപ്പോൾ ഈ 9 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഡോവൽ 17 മ്യാൻമറിൽ പോയി. അപ്പോൾ ജൂൺ 9 ഇത് നടത്തുമ്പോൾ ഈ NSCN നാഷണൽ കൗൺസിൽ ഓഫ് നാഗാലാൻഡ് അതിനെതിരെ ആണ് നടത്തുന്നത്. മണിപ്പൂരിലെ ചന്ദേൽ ജില്ലയിൽ ആണ് ഈ ദോഗ്ര റെജിമെൻറ്റിനെതിരെ അവർ ആക്രമണം നടത്തി 18 പേരെ നമ്മുടെ ഭടന്മാരെ കൊന്നത്. മണിപ്പൂരിൽ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു എന്നുള്ളത് പ്രേക്ഷകരും അറിയേണ്ടതാണ്. അതിർത്തി കടന്ന് നമ്മളുടെ ഓപ്പറേഷൻ പർസ്യൂട്ട് 40 മിനിറ്റ് ആയിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് അതിൻ്റെ കൂടെ 21 പാരാട്രൂപ്പേഴ്സ് അവരും കൂടി ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത്. ഓരോ ക്യാമ്പുകൾ 2 സ്ഥലത്തായിട്ട് നശിപ്പിച്ചു. NSCN-Kയുടെയും KYKL എന്ന് പറഞ്ഞ തീവ്രവാദികളുടെയും സംഘടനകളുടെയും അതിർത്തിക്കപ്പുറം കടന്നിട്ട് മണിപ്പൂർ അതിർത്തിയിൽ മണിപ്പൂർ അതിർത്തി കടന്നിട്ട് മ്യാൻമാറിൻ്റെ ഉള്ളിൽ ചെന്നിട്ടാണ് ചെയ്തത്. 2 ലൊക്കേഷനിൽ മണിപ്പൂരിലെ ഉക്രൂലിനപ്പുറം ആയിരുന്നു മ്യാൻമാറിൽ ഈ ഓപ്പറേഷൻ. 72 കമാൻഡോകൾ ആണ് ഓപ്പറേഷൻ ഹോട്ട് പർസ്യൂട്ടിൽ പങ്കെടുത്തത്. അസോൾട്ട് റൈഫിള്, റോക്കറ്റ് ലോഞ്ചേഴ്സ്, ഗ്രനേഡ്സ്, നൈറ്റ് വിഷൻ ഗോഗിൾസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. കമാൻഡോകൾക്ക് 12 ബീഹാർ ബറ്റാലിയൻ്റെ യൂണിഫോമാണ് കൊടുത്തത്. 12 ബീഹാർ ബറ്റാലിയൻ്റെ യൂണിഫോം കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് അതിർത്തിയിൽ മണിപ്പൂർ മ്യാൻമാർ അതിർത്തിയിൽ ഉണ്ടായിരുന്നത് 12 ബീഹാർ ബറ്റാലിയനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് യൂണിഫോം മേടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഈ പോകുന്ന കമാൻഡോസ് 72 പേരെ 2 സംഘമാക്കി തിരിച്ചു. ധ്രുവ് ഹെലികോപ്റ്റർ ഇവർക്ക് മുകളിൽ ഈ രക്ഷ കൊടുത്തുകൊണ്ട് പറന്നുകൊണ്ടിരുന്നു ഇന്ത്യൻ അതിർത്തിയിൽ. എന്നിട്ട് ഇവർ ഈ 72 കമാൻഡോകൾ 50 കിലോമീറ്റർ മ്യാൻമാറിൻ്റെ ഉള്ളിൽ വനത്തിൻ്റെ അകത്ത് നടന്നാണ് പോയത്. ട്രെക്കിംഗ് ആണ്, മല കയറുകയാണ് ചെയ്തത്, ട്രെക്കിംഗ്. പിന്നെ ഈ 2 ഗ്രൂപ്പും 72 പേരെ 2 ഗ്രൂപ്പാക്കിയ ആ ഓരോ ഗ്രൂപ്പിനെയും 2 വീതം സബ് ഗ്രൂപ്പുകളാക്കി തിരിച്ചു.
ഒരെണ്ണം ഡയറക്റ്റ് അസോൾട്ട്, ഒരെണ്ണം പോയി നേരിട്ട് ആക്രമിക്കുക, മറ്റേത് ഔട്ടർ റിംഗ് ആയിട്ട് പ്രവർത്തിക്കുക. ആ ഔട്ടർ റിംഗ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തീവ്രവാദികളുണ്ടല്ലോ, അവർ ഓടിപ്പോകാൻ പാടില്ല. ഓടിപ്പോകുന്നവരൊക്കെ ഇവരാണ് കൈകാര്യം ചെയ്യുക. അതുകൊണ്ടാണ് ഔട്ടർ റിംഗ് ഉണ്ടായത്. അക്രമികൾ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. ഇവരുടെ MI-17 ഹെലികോപ്റ്റേഴ്സ് ഈ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ടായിരുന്നു. അതായത് കമാൻഡോകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അടിയന്തര ഘട്ടം ഉണ്ടായാൽ റെസ്ക്യൂ ചെയ്യാൻ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കമാൻഡോകളെ ഒഴിപ്പിക്കേണ്ട ഘട്ടം വന്നാൽ, കാരണം ഇത് കാട്ടിക്കൂടി പോയിട്ടാണല്ലോ ചെയ്യുന്നത്. അല്ല, ബീഹാർ റെജിമെന്റിന് വേഷം കൊടുക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ബീഹാർ റെജിമെന്റ് അതിർത്തിയിലുണ്ട്. ആ യൂണിഫോം ധരിച്ചിരിക്കുന്ന അവരുള്ളവരാണെന്ന് കരുതിക്കോളും. കമാൻഡോകളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു മിന്നലാക്രമണത്തിന് വരികയാണെന്ന് വിചാരിക്കും. ഇത് ഞങ്ങൾ വെറുതെ എന്തോ സാധനം പോയി എന്നൊക്കെ പറഞ്ഞു ചെല്ലാം. അതും ശരിയാണ്. മ്യാൻമാറിലെ അന്നത്തെ ഭരണകൂടം അറിഞ്ഞിട്ടാണിത് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. കാരണം അവർക്കും ഈ തീവ്രവാദികളെ കൊണ്ട് ശല്യമാണ്. കാരണം 17-ാം തീയതി ധോവൽ പോയി അവരോട് സംസാരിക്കുന്നുണ്ട്. ഇത് യൂറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു സിനിമ വന്നില്ല, അതിൽ കുറച്ച് കാണിക്കുന്നുണ്ട്. ഇത് ധോവല് കേരള കേഡർ IPS കാരനാണ്. കണ്ണൂരും അദ്ദേഹം കോട്ടയത്തെ SP ആയിരുന്നു. 1968 കേരള കേഡർ ഓഫീസറാണ്. തലശ്ശേരിയിൽ 1972 ഉണ്ടായിരുന്നു. തലശ്ശേരിയിൽ 1988 ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിൻ്റെ സമയത്ത് ഇദ്ദേഹം ഒരു ISI ചാരൻ, പാകിസ്ഥാൻ്റെ ആണെന്ന് ബോധിപ്പിച്ചിട്ട് ഖലിസ്ഥാൻ തീവ്രവാദികളുടെ കൂടെ സുവർണക്ഷേത്രത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതല്ലാതെ പാകിസ്ഥാനിലും മുമ്പ് ഒരു അവരുടെ വേഷം കെട്ടിയിട്ട് എംബസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു കുറച്ച് മാസങ്ങൾ. ഈ ISI ഏജന്റാന്നും പറഞ്ഞിട്ട് ഖലിസ്ഥാൻ തീവ്രവാദികളുടെ കൂടെ നിങ്ങളെ ഞാൻ സഹായിക്കാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ വിവരമൊക്കെ എടുത്തിട്ട് പിന്നീട് അത് അടുത്ത ഓപ്പറേഷൻ ഉണ്ടല്ലോ, സുവർണക്ഷേത്രം, ബ്ലൂ സ്റ്റാർ, അതിൽ സഹായമായി ഈ അന്ന് കിട്ടിയ വിവരങ്ങളൊക്കെ. ഖാണ്ഡഹാർ ആ നെഗോഷിയേഷനിലും നമ്മുടെ വിമാനം റാഞ്ചിയ 10-13 വിമാന റാഞ്ചലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെഗോഷിയേഷനുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നതാണ്. ഇത്രയും ഇതിനെപ്പറ്റി ഈ രംഗത്ത് വിവരമുള്ള ഒരാൾ ലോകത്ത് തന്നെ അപൂർവമാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏതോ ഒരു വീഡിയോയുടെ താഴെ മുഖമില്ലാത്ത ഒരാൾ വന്നിട്ട് നിങ്ങൾ മോദിയെ അമിത്ഷായെ അല്ല ആദ്യം തട്ടുന്നുണ്ട്, ഈ NSA എന്ന് പറയുന്നവനാണ്, അവനാണ് ഈ മോദിയെയും അമിത്ഷായെയും സഹായിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു ഭ്രാന്തൻ വന്ന് കമൻ്റ് ഇട്ടത് വായിച്ചായിരുന്നു. അതായത് ഈ ധോവൽ എന്ന് പറയുന്ന ആള് ലോകത്തിന് തന്നെ ഒരു അസറ്റാണ്, ഇന്ത്യക്ക് മാത്രമല്ല എന്ന് അമേരിക്കൻ ഓപ്പറേഷൻ്റെ ഒക്കെ മേധാവികൾ എപ്പോഴും പറയാറുണ്ട്. ഏതായാലും അദ്ദേഹം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം ഇതൊക്കെ സംരക്ഷിക്കാൻ, നമ്മുടെ ശത്രുക്കളെ എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ആഗോള ഭീകരതയ്ക്ക് എലിമിനേഷൻ്റെ കാര്യങ്ങൾ വേണ്ടി വരുമ്പോൾ അവർ കൺസൾട്ട് ചെയ്യുന്നതും ധോവലിനെയാണ്. അത് മാത്രമല്ല നമ്മൾ ഇന്ത്യ, കാരണം ഒരുപാട് ഭീകര സംഘങ്ങളെ പറ്റി ഒരു എൻസൈക്ലോപീഡിയ. അതെ. മാത്രമല്ല മോദി എന്ന് പറഞ്ഞല്ലോ, പണ്ടത്തെ ഇന്ത്യയല്ല, ഇന്ത്യയെ ആക്രമിച്ചാൽ ആക്രമിക്കുന്നതിൻ്റെ വീട്ടിൽ കയറി അടിക്കും എന്ന് പറഞ്ഞത്. ഇപ്പോൾ അമേരിക്ക പരാതിപ്പെടുന്നു, ഇന്ത്യ വന്നിട്ട് അമേരിക്കയെ വന്നിട്ട് ആളെ കൊല്ലാൻ നോക്കുന്നു, കാനഡയെ കൊന്നു എന്ന് കാനഡ പറയുന്നു, പാകിസ്ഥാന് പറയാൻ പോലും നേരമില്ല, ആഴ്ചയിൽ അജ്ഞാതൻ ഒന്ന് കൊല്ലുകയായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്ത്യ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ രാജ്യങ്ങളിലൊന്നാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായിരുന്ന റോ ഇപ്പോൾ മൊസാദിനെ പോലെ CIA പോലെ ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഏജൻസിയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പുടിൻ പറയാണ് ഇന്ത്യ, അതായത് അമേരിക്ക, ചൈന, മറ്റേ ജപ്പാൻ കഴിഞ്ഞാൽ, അല്ല അമേരിക്ക, ചൈന, ഇന്ത്യ എന്നീ വൻരാഷ്ട്രങ്ങൾ കഴിഞ്ഞാൽ 4ാമത്തെ വൻശക്തിയാണ് റഷ്യയാണ്. ഇന്ത്യ 3ാമത്തെ വൻശക്തിയായിട്ട് പുടിൻ അംഗീകരിക്കുന്നു. ഏതായാലും വലിയൊരു മാറ്റത്തിലേക്ക് ഇന്ത്യ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് നമ്മുടെ ഈ കഥേമമയിൽ, ഇപ്പോൾ നമ്മൾ കഥേമമ എന്ന് ആദ്യമൊന്നും പലപ്പോഴും പറയാറില്ല, കാരണം എപ്പോഴും കഥേമമ എന്ന് പറയാതെ തന്നെ സർവൈവ് ചെയ്യുന്ന സ്റ്റോറികളാണ്. അത് സമകാലിക
വർത്തമാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കഥേമമ നമ്മൾ പറയാറില്ലെങ്കിൽ പോലും ഇതും കഥേമമയുടെ ഭാഗമാണ്. കഥേമമയിൽ ഇപ്പോൾ നമ്മൾ ബർമയിൽ, മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം മ്യാൻമർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസികളായ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് ബുദ്ധമതക്കാർ. അവരുടെ ഒരു സേന മ്യാൻമർ പിടിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ അജിത് ഡോവൽ മ്യാൻമറിൽ നടത്തിയ ഒരു ഓപ്പറേഷൻ പറഞ്ഞത്. പക്ഷെ മണിപ്പൂരും ഇതിൻ്റെ അകത്ത് വരും. മണിപ്പൂരിൽ നടക്കുന്നത് ഈ സഭകളും ലെഫ്റ്റും പറയുന്ന പോലത്തെ സംഭവമല്ല. അതിപ്പോൾ സഭയ്ക്കറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ രാഹുൽ ഗാന്ധിയുടെ ടീമിന് വേണ്ടി ചില ആളുകൾ ഇങ്ങനെ വൈത്താരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അജിത് ഡോവലിൻ്റെ കഥകൾ അവസാനിക്കുന്നില്ല. അത് പുതിയ പുതിയ കഥകൾ ഓരോ ദിവസവും അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥകളല്ല ചരിത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.